إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും അവൻ്റെ നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് മുത്തഖികളായി ജീവിക്കാൻ ശ്രമിക്കണമെന്ന് ആദ്യമായി എന്നെയും ശേഷം നിങ്ങൾ ഓരോരുത്തരെയും തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരു മുഅ്മിൻ എന്നുള്ള നിലക്ക് ഈമാൻ എപ്പോഴും പരിശോധിക്കുകയും എനിക്ക് ഈമാൻ ഉണ്ടോ, അത് വർദ്ധിക്കുന്നുണ്ടോ എന്ന് ആത്മവിചിന്തനം ചെയ്യുകയും അത് വർദ്ധിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നതൊക്കെ അനിവാര്യമായും നമ്മളിൽ ഉണ്ടാകേണ്ട കാര്യങ്ങളാണ്. നമ്മളിൽ ഈമാൻ ഉണ്ടോ, അത് അളക്കാനുള്ള അളവുകോൽ എന്താണ് എന്ന് പഠിപ്പിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ 3 കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സഹോദരങ്ങളെ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നമ്മളിൽ ഉണ്ടോ എന്നത്. കസ്റത്തു ദിക്രില്ലാ, അള്ളാഹുവിനെ കുറിച്ച് ധാരാളമായി ഓർക്കുക എന്നത് നമ്മളിൽ ഈമാൻ ഉണ്ട് എന്നതിൻ്റെ അടയാളമാണ്. നമുക്ക് ആരോടാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം അവരെ നമ്മൾ ഓർക്കാറുണ്ട്, അവരെ കുറിച്ച് പറയാറുണ്ട്. നമ്മളെ മക്കളെ കുറിച്ച്, ഭാര്യയെ കുറിച്ച്, ഭർത്താവിനെ കുറിച്ച്, ഉമ്മയെ കുറിച്ച്, ഉപ്പയെ കുറിച്ച്, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ സുഹൃത്തിനെ കുറിച്ചൊക്കെ നമ്മൾ ധാരാളമായി ഓർക്കാറുണ്ട്. സഹോദരങ്ങളെ, അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ് എന്നാണ്. വിശ്വാസികൾക്ക് അള്ളാഹുവിനോടാണ് ഏറ്റവും ശക്തമായ സ്നേഹമുള്ളത്. അതുകൊണ്ട് വിശ്വാസികൾ ഏറ്റവും കൂടുതൽ പറയേണ്ടതും ഓർക്കേണ്ടതും അള്ളാഹുവിനെയാണ്.
അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അള്ളാഹുവിനെ ധാരാളമായി ഓർക്കാൻ കഴിയും എന്നതാണ്. ഒരാളുടെ നാവിൽ നിന്ന് ദിക്റുകൾ പുറത്തു വരണമെങ്കിൽ മഹാനായ നാസിർ സഅദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹമൊക്കെ പറയുന്നത് കാണാം, മുംതലിഉൻ ഖൽബുഹു ബിഹുബ്ബില്ലാഹ്, അള്ളാഹുവിനോടുള്ള ഹുബ്ബ്, അവന്റെ സ്നേഹം അത് അവന്റെ ഹൃദയത്തിൽ നിറയണം. അപ്പോഴാണ് സഹോദരങ്ങളെ ബാത്റൂമിൽ കയറുമ്പോൾ നമുക്ക് അള്ളാഹുവിനെ കുറിച്ച് പ്രാർത്ഥിക്കാൻ, അള്ളാഹുവോട് ദിക്റ് ചൊല്ലാൻ നമുക്ക് ഓർമ്മ വരുന്നത്. വീട്ടിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ, നമ്മളൊരു വാഹനത്തിൽ കയറുമ്പോ ഒക്കെയും സഹോദരങ്ങളെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഹുബ്ബ് നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അപ്പോഴാണ് ആ ദിക്റുകൾ ഓർമ്മ വരുന്നത് എന്നർത്ഥം. നോക്കൂ നിങ്ങൾ, നമുക്കൊക്കെ പരിചയമുള്ള ഒരു ഹദീസ് ആയിരിക്കുമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബത്തിനോട് ചോദിച്ചു, അലാ ഉനബ്ബിഉകും ബിഖൈരി അഅമാലികും, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും ഖൈറായ പ്രവർത്തനം ഏതാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ എന്നാണ്. വഅസ്കാഹ ഇൻദ മലീകികും, റബ്ബിന്റെ അരികിൽ ഏറ്റവും പരിശുദ്ധമായ കർമ്മം അത് ഏതാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. വഅർഫഇഹ ഫീ ദറജാതികും, പരലോകത്ത് നിങ്ങളുടെ ദറജകൾ ഉയർത്തുന്ന കർമ്മം ഏതാണ് എന്ന് ഞാൻ അറിയിച്ചു തരട്ടെ. വഖൈറുൽ ലക്കും മിൻ ഇൻഫാഖിൽ ദഹബി വൽ വരീഖ്, സ്വർണവും വെള്ളിയും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിനേക്കാൾ ഉത്തമമായ ഒരു പ്രവർത്തനം. വഖൈറുൽ ലക്കും മിൻ അൻ തൽഖൗ അദുവക്കും ഫതദ്രിബു അഅനാഖഹും വയദ്രിബു അഅനാഖക്കും, യുദ്ധമുഖത്ത് ശത്രുവിന്റെ മുമ്പിൽ അവന്റെ പിരടി വെട്ടുന്നതിനേക്കാൾ, അവരിൽ നിന്ന് നിനക്ക് പരിക്കേൽപ്പിക്കുന്നതിനേക്കാൾ ഖൈറായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ആ ജിഹാദിൽ ഏർപ്പെടുന്നതിനേക്കാൾ ഉത്തമമായ ഒരു അമൽ ഞാൻ അറിയിച്ചു തരട്ടെയോ? സഹാബത്ത് പറഞ്ഞു, ബല. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ദിക്റുല്ലാഹ് എന്നാണ്. അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുക, അവനിൽ ദിക്ർ വെക്കുക എന്ന് സഹോദരങ്ങളെ വളരെ മഹത്വമുള്ള ഒരു കർമ്മമാണ്. അതുകൊണ്ടാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മാ ശൈഉൻ അൻജാ മിൻ അദാബില്ലാഹി മിൻ ദിക്രില്ലാഹ്, അള്ളാഹുവിന്റെ അദാബിൽ നിന്ന് സഹോദരങ്ങളെ നമുക്ക് സുരക്ഷയേകുന്ന, അത്രയും നമുക്ക് സംരക്ഷണമേകുന്ന വേറൊരു കർമ്മമില്ലാതെ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുക എന്ന് പറഞ്ഞാൽ, ദിക്ർ ജീവിതത്തിൽ പതിവാക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ അള്ളാഹിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടുന്ന വേറൊരു സംഗതിയില്ല എന്ന് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇസ്ലാമിലെ ഏത് ഇബാദത്തുകളും, നിസ്കാരമാണെങ്കിലും സക്കാത്ത് ആണെങ്കിലും നോമ്പാണെങ്കിലും ഏതാണെങ്കിലും സഹോദരങ്ങളെ അതൊക്കെ വളരെ എളുപ്പമാകാനുള്ള ഒരു മാർഗം കൂടിയാണ് ഈ അള്ളാഹിനെ കുറിച്ചുള്ള ബോധം നമ്മുടെ മനസ്സിൽ ഉണ്ടാവുക എന്നത്. അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുക, ദിക്ർ ചെല്ലുക എന്ന് പറഞ്ഞാൽ സഹോദരങ്ങൾ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഇതിങ്ങനെ ചെല്ലാന്ന് മാത്രമല്ല ഉദ്ദേശം. എപ്പോഴും അള്ളാഹിനെ കുറിച്ചുള്ള ഒരു ഓർമ്മയുണ്ടാവുക. ജീവിതത്തിൽ അത്ഭുതമുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഇതൊക്കെ അള്ളാഹിന്റെ സൃഷ്ടിയാണല്ലോ എന്ന് ഓർക്കുക. ഏതും അള്ളാഹുമായി ബന്ധപ്പെടുത്തുക, ഇതൊക്കെ അള്ളാഹിന്റെ സൃഷ്ടികളാണല്ലോ എന്ന് മനസ്സിലാക്കുക. ഈ ഒരു ചിന്ത സഹോദരങ്ങളെ നമ്മുടെ മനസ്സിലുണ്ടാവുക എന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നമ്മുടെ ഹൃദയത്തിന് വളരെ ആവശ്യമുള്ള ഒരു സംഗതി കൂടിയാണ്. അതുകൊണ്ടാണ് മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, അദ്ദിക്റു ലിൽ ഖൽബി കൽമാഇ, വെള്ളം എത്രത്തോളം ആവശ്യമുണ്ട് അത്രത്തോളം നമ്മുടെ ഹൃദയങ്ങൾക്ക് അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ അത്യാവശ്യമുണ്ട് എന്നാണ്. ഫമാ ബാലു സമകി ഇദാ ഫാറഖൽ മാ, ഒരു മീനിന്റെ അവസ്ഥയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ആ വെള്ളത്തിൽ നിന്ന് മീനിനെ പിടിച്ച് പുറത്തിട്ട മീൻ എന്താ ഉണ്ടാവുക? ചത്തുപോകും. എന്നതുപോലെ ഹൃദയത്തിൽ നിന്ന് ദിക്റുകൾ ഒഴിവാക്കിയ നമ്മുടെ ഹൃദയം ചാവും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മസലുൽ ലദീ യദ്കുർ റബ്ബഹു വല്ലദീ ലാ യദ്കുർ റബ്ബഹു മസലുൽ ഹയ്യി വൽ മയ്യിത്ത്, അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്നവന്റെ ഹൃദയവും ഓർക്കാത്തവന്റെ ഹൃദയവും ജീവിച്ചിരിക്കുന്നവനെയും മരിച്ചവനെയും പോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. കൊണ്ടാണ് ഈ ഒരു ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാര് പല കാര്യങ്ങളും പറഞ്ഞു. അതിൽ ഒന്നിങ്ങനെയാണ്, അള്ളാഹുവിനെ കുറിച്ച് ആരെങ്കിലും ഓർത്താൽ അവന്റെ ഹൃദയം സജീവമാവും, അതിനൊരു ജീവനുണ്ടാകും. അതിന്റെ അടയാളങ്ങൾ അവന്റെ ജീവിതത്തിൽ പ്രകടമായി കാണും. ദുനിയാവിലും ആഖിറത്തിലും അതുകൊണ്ട് അവന് ഉപകാരമുണ്ടാകും. എന്നാൽ അള്ളാഹുവിനെ ഓർക്കാത്തവൻ അങ്ങനെയല്ല.
പൊടിയുത്ത നാറി, ഒരു ജഡം, അതിൽ നിന്ന് പൊടിയുക്കൽ തിന്നതിനെയാണ് ഉപമിക്കുന്നത്. അതുപോലെയാകും നമ്മുടെ ഹൃദയം എന്നാണ്. അള്ളാഹിനെ കുറിച്ച് ഓർമ്മയില്ലെങ്കിൽ സഹോദരങ്ങളെ, അള്ളാഹുവിനോട് എത്രത്തോളം ഹബ്ബുണ്ടാകുന്നുവോ അത്രത്തോളം നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുകയും അവനെ ദിക്ർ എടുക്കുകയും ചെയ്യും എന്നാണ്. സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ സമൂഹത്തിന് നൽകിയ 5 ഉപദേശങ്ങൾ ഹദീസുകളിൽ നമുക്ക് കാണാം. പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ ഒന്ന് അദ്ദേഹം ഉപദേശിച്ചത് വഅമുറുക്കും ബിദിക്രില്ലാഹി കസീറാ, ധാരാളമായി നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കണം. വമസലു ദാലിക കമസലി റജുലിൻ ത്വലബഹുൽ അദുവ്വു സിറാഅൻ ഫീ അസരി. ദിക്ർ എടുക്കുന്ന ഒരാൾ, അയാളുടെ ഉപമ ഏതുപോലെയാണെന്നറിയോ? ഒരാളുടെ പിന്നിൽ ശത്രുക്കൾ ഒരുമിച്ച് കൂടി അയാൾ ആക്രമിക്കാൻ വരുന്നു എന്ന് നിങ്ങൾ കരുതുക. അങ്ങനെ ഓടുകയാണ്, പിന്നാലെ ശത്രു സൈന്യമുണ്ട്. ഹത്താ ഇദാ ഹിസ്നൻ ഹസീനൻ ഫഅഹറസ നഫ്സഹു ഫീഹി. അങ്ങനെ ഒരു കോട്ട കണ്ടു, ആ കോട്ടക്കുള്ളിൽ കയറി അയാൾ ഒളിച്ചു, എന്നിട്ട് വാതിൽ കുറ്റിയിട്ടാൽ അയാൾക്ക് എത്ര സുരക്ഷയുണ്ടോ എന്നതുപോലെയാണ് ദിക്ർ എടുക്കുന്ന ഒരാൾ. വകദാലിക അൽഅബ്ദു ലാ യൻജു മിനശ് ശൈത്താനി ഇല്ലാ ബിദിക്രില്ലാഹ്. സഹോദരങ്ങളെ, പിശാചുകൾ നമ്മുടെ പിന്നാലെയുണ്ട്. അള്ളാഹുവിനെ ഓർക്കുമ്പോൾ ആ പിശാചിനെ നമ്മളെ ആക്രമിക്കാൻ കഴിയില്ല, വസ്വാസിലാക്കാൻ കഴിയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ മഹാനായ യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതായിക്കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് അശ്ശൈത്താനു ജാസിമുൻ അലാ ഖൽബി ഇബ്നി ആദം ഫഇദാ ദക്കറല്ലാഹ ഖനസ വഇദാ ഗഫല വസ്വസ. നമ്മളൊന്ന് അശ്രദ്ധമായി കഴിഞ്ഞാൽ പിശാച് നമ്മളെ വസ്വാസിലാക്കും. നമ്മൾ അല്ലാഹുവിനെ ഓർത്താലോ അവൻ പിന്തിരിഞ്ഞു പോകും. എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ കൂടെ പിശാചുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിനെ നമ്മൾ ഓർത്താൽ പിശാചിന് നമ്മെ ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് നമ്മൾ പാപത്തിൽ മുടികുന്നത്? അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ മറന്നു പോകുന്നത് എന്തുകൊണ്ടാണ്? സഹോദരങ്ങളെ, അള്ളാഹിനെ കുറിച്ച് നമ്മൾ ഓർക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. അള്ളാഹിനെ ഓർക്കാത്ത ഹൃദയം, സഹോദരങ്ങളെ, പിശാചിന്റെ അക്രമം ഏത് സമയവും ഉണ്ടാവും, അവന് വസ്വാസ് ഉണ്ടാവും, അവൻ പാപത്തിൽ മുഴുകാൻ അത് കാരണമാകും. അതാണ് ഏറ്റവും വലിയ പ്രശ്നവും. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് വമൻ യഅശു അൻ ദിക്രി റഹ്മാനി നുഖയ്യിദ് ലഹു ശൈത്താനൻ ഫഹുവ ലഹു ഖരീൻ. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിൽ നിന്ന് ആരെങ്കിലും പിന്തിരിഞ്ഞു കളഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൂട്ടാളിയായി പിശാചിനെ ഏൽപ്പിച്ചു കൊടുക്കാനാണ്. ഇത് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ലാസിമുൻ ലം ഫക്കബി, ഏത് സമയവും അവന്റെ കൂടെ ഉണ്ടാവുന്നതാണ് പിശാച്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് ഈമാൻ ഉണ്ടോ എന്ന് അളക്കാനുള്ള ഒന്നാമത്തെ കാര്യം ഇതാണ്. നമ്മൾ അള്ളാഹിനെ ഓർക്കുന്നവരാണ്. രാവിലെ എണീക്കുമ്പോ, അതുപോലെ പള്ളിയിൽ പോകുമ്പോ, പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ, വീട്ടിൽ നിന്ന് വരുമ്പോ, അതുപോലെ അദ്കാർ സ്വഭാവം മസാക്ക് നമ്മൾ ചെല്ലാറുണ്ടോ? നിസ്കാര ശേഷമുള്ള ദിക്റുകൾ, അതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണോ എന്ന് നമ്മൾ പരിശോധിച്ചാൽ മതി. അള്ളാഹിനെ നമ്മൾ എത്രത്തോളം ഓർക്കുന്നുണ്ട് എന്നതാണ് സഹോദരങ്ങളെ നമുക്ക് ഈമാൻ എത്രത്തോളം ഉണ്ട് എന്നതിന്റെ അടയാളം. രണ്ടാമത്തെ ഒരു കാര്യം സഹോദരങ്ങളെ, മനസ്സ് മുഴുവൻ പരലോകബോധമുള്ള ആളുകളാവുകയാണ്. അത് നമുക്ക് എത്രത്തോളം ഉണ്ട് നോക്കിയാൽ മതി. അത്രത്തോളം നമുക്ക് ഈമാൻ ഉണ്ട് എന്ന അർത്ഥം. പരലോകത്തിന് വേണ്ടി ജീവിച്ചാൽ അള്ളാഹു ദുനിയാവ് നൽകും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച കാര്യമാണ്. ഒരിക്കൽ മഹാനായ ഹസൻ അൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങാണ്. അവിടെ കുറച്ച് യുവാക്കളെ കണ്ടു, ചെറുപ്പക്കാര്. അവര് നിസ്കരിക്കുന്നില്ല. മഹാനായ ഹസൻ അൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി അവരോട് പറഞ്ഞു, യാ മഅശറ ശബാബ് അലൈക്കും ബിൽ ആഖിറ. യുവാക്കളെ, പരലോകത്തിന്റെ കാര്യം നിങ്ങൾ മറക്കരുത് കേട്ടോ. മരണം കഴിഞ്ഞ ഒരു ജീവിതം വരാനുണ്ട്, അവിടത്തേക്ക് വേണ്ടി നിങ്ങൾ അധ്വാനിച്ചോളൂ, ആ കാര്യം നിങ്ങൾ മറക്കരുത് എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, കാരണം ഞാൻ ഒരുപാട് ചെറുപ്പക്കാരെ കണ്ടിട്ടുണ്ട്, അവരൊക്കെ പരലോകത്തിന് വേണ്ടി ജീവിച്ചപ്പോൾ അള്ളാഹു അവർക്ക് ഇഹലോകം നൽകി. എന്നാൽ ഇഹലോകത്തിന് വേണ്ടി പണിയെടുത്തപ്പോൾ പരലോകം കിട്ടിയ ഒരാളെയും എനിക്കറിയൂല. അതുകൊണ്ട് നന്നായി ശ്രദ്ധിച്ചോളൂ, നിങ്ങൾ പരലോകത്തിന് വേണ്ടി ജീവിക്കാനാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഭാര്യമാരെ ത്വലാഖ് ചൊല്ലിയിരിക്കുന്നു എന്നൊക്കെ പ്രചരണം നടക്കുന്ന സമയമാണ്. ഉമർ റളിയല്ലാഹു അൻഹു പെട്ടെന്ന് വീട്ടിലേക്ക് ചെന്നു. ആ സമയത്ത് ഉമർ റളിയല്ലാഹു നബിയുടെ വീടൊക്കെ ഇങ്ങനെ നോക്കി. അവിടുത്തെ റൂമും വീടും ഒരൊറ്റ നോട്ടം നോക്കാനുള്ളതേ ഉള്ളൂ, അതിന്റെ അപ്പുറത്തേക്കൊന്നുമില്ല. ഒരു നോട്ടം നോക്കിയാൽ എന്താ ഉള്ളത് അതുണ്ടാവും. അല്ല, ഉള്ളിൽ കയറി നോക്കാൻ അത്ര വിശാലമായ ഒരു വീടൊന്നും ആയിരുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു സങ്കടം വന്നു. റസൂലിനോട് പറഞ്ഞു, നബിയെ അങ്ങൊന്ന് ദുആ ചെയ്യണം. റോമക്കാരും പേർഷ്യക്കാരും ശിർക്ക് ചെയ്യുന്നവരാണ്, എന്നിട്ടും അള്ളാഹു അവർക്ക് ദുനിയാവ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഉമ്മത്തിന് വേണ്ടി നബിയെ സമ്പൽ സമൃദ്ധി ഉണ്ടാകാൻ നിങ്ങളൊന്ന് ദുആ ചെയ്യണം എന്നാ. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉമർ റളിയല്ലാഹു അൻഹു. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചൊരു ചോദ്യം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്. ആ ചോദ്യം സഹോദരങ്ങളെ എപ്പോഴും നമ്മുടെ മനസ്സിനോട് നമ്മൾ തന്നെ ചോദിക്കേണ്ടതാണ്. അവഫീ ശക്കിൻ അൻത യബ്നൽ ഖത്താബ്, ഓ ഖത്താബിന്റെ മകൻ ഉമർ,
നിനക്ക് പരലോകത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ? എന്തിനാണ് ഈ ദുനിയാവിന് വേണ്ടി നീ ഇങ്ങനെ പണിപ്പെടുന്നത്? എന്തിനാണ് അതിനു വേണ്ടി ദുആ ചെയ്യുന്നത്? നിനക്ക് പരലോകത്തിന്റെ കാര്യത്തിൽ സംശയമുണ്ടോ? ഹൗലായി ഖൗമുൻ ഉജ്ജിലത് ലഹുമുത് ത്വയ്യിബാത് ഫിദ് ദുനിയാ. നീ ഒരുപാട് മഹത്വം പറഞ്ഞ, ദുനിയാവ് കിട്ടി എന്നൊക്കെ നീ പെരുമ പറയുന്ന അവരുണ്ടല്ലോ, അവർക്ക് അവരുടെ നന്മകൾ ദുനിയാവിൽ തന്നെ അള്ളാഹു വേഗം കൊടുത്തതാണ്. ലനാലൽ ആഖിറ, നമുക്ക് പരലോകമുണ്ട്. അതാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. അതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒന്നുമല്ല ഉമറേ. അതുകൊണ്ട് നീ അത് മനസ്സിലാക്കണം എന്നാണ്. നമ്മളൊക്കെ കേട്ട് പരിചയിച്ച ചരിത്രമാണല്ലോ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പായിൽ കിടന്ന് എണീറ്റപ്പോൾ നബിയുടെ പുറത്ത് കണ്ട പാട് കണ്ട് വിഷമിച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് നല്ല ഒരു കിടക്ക വാങ്ങിത്തരട്ടെ എന്ന്. മാലി വലി ദുനിയ, ഈ ദുനിയാവുമായി എനിക്കെന്ത് ബന്ധം? ലനാലൽ ആഖിറ, നമുക്ക് പരലോകമില്ല ഉമറേ, അതാണ് നമ്മുടെ ലക്ഷ്യം, അതാകണം. ഇതോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്ത ഇങ്ങനെയാണ്. എപ്പോഴും ഏത് കാര്യത്തിലും സഹോദരങ്ങളെ പരലോകമാണ്. അതിനു വേണ്ടിയാണ് അവർ ജീവിച്ചത്. നബി അതാണ് സഹാബികളെ പഠിപ്പിച്ചത്. ഏത് സമയവും പരലോകം. നോക്കൂ നിങ്ങൾ, അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ വീടിന്റെ ഒരു ഭാഗം, ഒരു ചുമർ ഇങ്ങനെ പൊളിഞ്ഞു കിടക്കുകയാണ്. അത് കണ്ടപ്പോ അദ്ദേഹം ഇങ്ങനെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൂടെ നടന്നു പോകുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താ അബ്ദുള്ള നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ എന്റെ വീടിന്റെ ചുമര് പൊളിഞ്ഞിട്ടുണ്ട് നബിയെ, അതൊന്ന് നന്നാക്കുകയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞത്, അൽ അംറു അഅ്ജലു മിൻ ദാലിക്, മരണം അതിനേക്കാൾ എളുപ്പം വരും കേട്ടോ, അതിനും വേണ്ടി ഒരുങ്ങിക്കാളാന്ന് എന്ന് പറഞ്ഞാൽ വീട് നന്നാക്കണ്ടെന്നോ വീട് വെക്കണ്ടെന്നല്ല പറഞ്ഞത്. അപ്പോഴും നബിക്ക് ഓർമ്മപ്പെടുത്താനുണ്ടായിരുന്ന കാര്യം, നോക്കൂ, മരണം വരാനുണ്ട് കേട്ടോ, ഈ വീടൊക്കെ നമ്മൾ ഇവിടെ വിട്ടുപോകാനുള്ളതാണ് കേട്ടോ, മരിച്ചു കഴിഞ്ഞാൽ ഒരു ലോകം വരാനുണ്ട്, അവിടത്തേക്ക് നീ അധ്വാനിച്ചോ എന്ന ഒരു നസീഹത്താണ്, ഉപദേശമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിരുന്നത്. അതാണ് ഒരു കവിതയിൽ നമുക്ക് കാണാം, വലാ തർഅവി ബില്ലാഹിനീന ഇലൽ ബിലാ വഖദ് തറകു ദുനിയാ ജമീഅൻ കമാ ഹിയ വലം യഖ്റുജു ഇല്ലാ ബിഖുത്നിൻ വഖിർഖത്തിൻ വമാ അമ്മറു മിൻ മൻസിലിൻ വല്ല ഖാവിയാ. അനശ്വരതയിലേക്കും മരണത്തിലേക്കും യാത്രയായവരെ കണ്ടിട്ടും നീ എന്താ പാഠം പഠിക്കാത്തത്? എത്ര കുടുംബക്കാർ, എത്ര അയൽവാസികൾ, എത്ര സുഹൃത്തുക്കൾ, എത്ര മാതാപിതാക്കൾ ഈ ലോകം വിട്ടുപോയിരിക്കുന്നു. അവർ ഈ ലോകത്തത് ഉണ്ടായിരുന്നത് പോലെ തന്നെ മുഴുവനായും ഉപേക്ഷിച്ചു പോയി. അവരുണ്ടാക്കിയ സമ്പത്തൊക്കെ ഈ ദുനിയാവിൽ ഇട്ടെറിഞ്ഞുകൊണ്ടല്ലേ അവര് പോയത്. വലം യഖ്റുജൂ ഇല്ലാ ബിഖുത്നിൻ വഖിർഖത്തിൻ വമാ അമ്മറൂ മിൻ മൻസിലിൻ വല്ല ഖാവിയാ. അവർ കൂടെ കൊണ്ടുപോയത് ഒരു കഫൻ തുണിയും അതുപോലെ ഒരു തുണിക്കഷ്ണവും മാത്രമാണ്. അവർ ഉണ്ടാക്കിയതും പണിതതും താമസിച്ചതും പോയ എത്ര വീടുകളുണ്ട്, അതൊക്കെ ഇന്ന് ശൂന്യമായി കിടക്കല്ലേ. അതുകൊണ്ട് എന്താ അവരൊക്കെ കൊണ്ടുപോയത് എന്നതിനെ കുറിച്ച് ഇതൊക്കെ ആലോചിച്ചിട്ടും കണ്ടിട്ടും എന്താ നിങ്ങൾക്കൊരു പാഠം ഉൾക്കൊള്ളാത്തത്? ഒരു കവി ചോദിക്കുന്ന കാര്യമാണ് അല്ലെ. എത്ര ആൾക്കാര് വലിയ വലിയ വീടുണ്ടാക്കി, വലിയ വലിയ കോടീശ്വരന്മാരായി, സമ്പത്തുകൾ ഉണ്ടാക്കി, മരിച്ചു പോകുമ്പോ എന്തെങ്കിലും കൊണ്ടുപോകണ്ടോ? ഒന്നും കൊണ്ടുപോകണില്ലല്ലോ. ഇതാണ് ആ കവി പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, എപ്പോഴെങ്കിലും ദുനിയാവ് അമിതമായി നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് തോന്നിയാൽ, മഹാനായ ശൈഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ നേരെ പള്ളിക്കാട്ടുകൾ പോവാ, എന്നിട്ട് ആ ഖബറുകളെ ഇങ്ങനെ നോക്കുക. നമ്മളെപ്പോലെ ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് നിലപാടുകളും ഒരുപാട് ചിന്തകളും, അത് വേണം ഇത് വേണം അതാക്കണം ഇതാക്കണം എന്നൊക്കെ ആലോചിച്ച ഒരുപാട് ആൾക്കാരാണ് ഇന്ന് ആരുമില്ലാതെ ഒറ്റക്ക് ആ മണ്ണിന്റെ അടിയിൽ കിടക്കുന്നത്. അതുപോലെ ഞാനും പോവും, എന്റെ സമയമായാൽ എന്ന ചിന്തയുണ്ടല്ലോ. അതാണ് പരലോകത്തിന് വേണ്ടിയുള്ള ചിന്ത എന്ന് പറയുന്നത്. ദുനിയാവ് അതിൽ നിന്ന് കഴിച്ചിലാവണമെങ്കിൽ സഹോദരങ്ങളെ നോക്കൂ, നിങ്ങൾ ഏറ്റവും കൂടുതൽ തഖ്വയുള്ള ആളാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ. ആ നബി പോലും പ്രാർത്ഥിച്ചത് വലാ തജാലി ദുനിയ അക്ബറ ഹമ്മിനാണ്. ആലോചിച്ചാൽ മതി. ദുനിയാവ് വല്ലാതെ മുന്നിട്ട് വരണുണ്ടെങ്കിൽ സഹോദരങ്ങളെ ഒന്ന് പള്ളിക്കാട്ടിൽ പോയി ആ ഖബറുകളെ ഒന്ന് കാണണം എന്നാണ് പണ്ഡിതന്മാർ നമുക്ക് ഉപദേശിച്ചു തരുന്നത്. ഒരിക്കല് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദൗമത്ത് ജുന്ദിലെ ഉഖൈദർ എന്ന് പറയുന്ന ഒരു രാജാവ് ഒരു കാണാൻ നല്ല ഭംഗിയുള്ള ഒരു നേർത്ത വസ്ത്രം കൊടുക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അത് കണ്ട് സഹാബികളൊക്കെ അതിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലമനാദിലു സഅദ് ഇബ്നു മുആദ് ഫിൽ ജന്നതി അഹ്സനു മിൻ ഹാദാ. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന് സ്വർഗ്ഗത്തിൽ കിട്ടുന്ന ഒരു കർച്ചീഫ് ഉണ്ടല്ലോ, അത് ഈ വസ്ത്രത്തെക്കാൾ സൗന്ദര്യമുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് വല്ലാതെ നിങ്ങൾക്ക് നോക്കണ്ട.
അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തെ കുറിച്ചാണ് അവരെ ചിന്തിപ്പിക്കുന്നത്. അലാ ഇന്ന സിലാത്തല്ലാഹി ഗാലിയ, അലാ ഇന്ന സിലാത്തല്ലാഹി അൽ ജന്ന. അതാണ് മൂല്യമുള്ളത്. ഇവിടെ കാണുന്ന ഈ വസ്ത്രത്തെക്കാൾ മൂല്യമുണ്ട് അവിടുത്തെ ഒരു കർശീഫിന്. അതുകൊണ്ട് അവർക്ക് വേണ്ടി അധ്വാനിച്ചോന്നാണ്. സഹോദരങ്ങളെ, ഈ ചിന്ത നമുക്ക് എത്രത്തോളം ഉണ്ട് എന്നതാണ് നമ്മുടെ ഈമാനിന്റെ അളവ് പോലെ എന്ന് തിരിച്ചറിയുക. പരലോകത്തേക്ക് വേണ്ടി നന്നായി അധ്വാനിക്കുക, ദിക്റുകളിലായി ജീവിക്കുക, കിട്ടുന്ന സമയം മുതലെടുക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ ഈമാനിനെ എത്രത്തോളം ഉണ്ട് എന്ന് തിരിച്ചറിയാനുള്ള രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. സഹോദരങ്ങൾ, മൂന്നാമത്തെ ഒരു കാര്യം, ഒരു നന്മ നഷ്ടപ്പെടുമ്പോൾ അതിന്റെ പേരിൽ നമുക്ക് വിഷമുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. സ്ഥിരമായി നമ്മൾ ജമാഅത്ത് നിസ്കരിക്കുന്നു, ഒരു ജമാഅത്ത് നഷ്ടപ്പെട്ടാൽ അതിന്റെ പേരിൽ ഒരു വേദന. സ്ഥിരമായി നിസ്കരിക്കുന്ന ഒരു സുന്നത്ത് നിസ്കാരം എന്തോ കാരണം കൊണ്ട് നിസ്കരിക്കാൻ പറ്റില്ല, അപ്പൊ അതിന്റെ പേരിൽ ഒരു വിഷമം നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, അത് നമ്മുടെ ഈമാനുള്ളതിന്റെ അടയാളം അല്ലെ. സ്ഥിരമായി ദുആ നിസ്കരിക്കുന്ന ഒരാള് എന്തെങ്കിലും കാരണം കൊണ്ട് നിസ്കരിക്കാൻ പറ്റില്ല എന്നൊക്കെ, സഹോദരങ്ങളെ, അതിന്റെ പേരിലൊക്കെ ഒരു വിഷമുണ്ടാവുക എന്നത് ഈമാനിന്റെ അടയാളമാണ്. സ്ഥിരമായി നോമ്പ് നോൽക്കുന്ന ആൾ വ്യാഴാഴ്ച നോമ്പ് നോൽക്കലുണ്ട്, തിങ്കളാഴ്ച നോൽക്കലുണ്ട്, എന്തോ കാരണം കൊണ്ട് അസുഖം കൊണ്ടോ നോക്കാൻ പറ്റിയില്ല എന്നൊക്കെ, അതിന്റെ പേരിൽ വിഷമുണ്ടായാൽ സഹോദരൻ നമ്മുടെ ഈമാനിന്റെ അടയാളമാണ്. നമുക്ക് ചരിത്രത്തിൽ ബുക്കാഊൻ എന്നറിയപ്പെടുന്ന ശക്തമായി കരഞ്ഞ ഒരു സഹാബിമാരെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ സൂറത്തു തൗബയിൽ അള്ളാഹു പറയുന്നുണ്ട്. തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് എല്ലാവരെയും കൊണ്ടുള്ള ഒട്ടകങ്ങളോ വാഹനങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ചില ദരിദ്രരായ ചില സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നു. എന്നിട്ട് ഞങ്ങൾക്കും വരണം തബൂക്ക് എന്ന് പറഞ്ഞു. കുറെ ദൂരമാണ്, നല്ല വെയിലുള്ള സന്ദർഭമാണ്, പട്ടിണിയാണ്, കൂടെ വാഹനങ്ങളില്ല, ഒന്നുമില്ല, ആവശ്യമായ പാതയങ്ങളില്ല, എങ്ങനെ വരെ കൊണ്ടുപോകും? നബി പറഞ്ഞു നിങ്ങൾ വരണ്ട, കൂലി ഉണ്ടാവുന്നു. എന്നാലും അവർക്ക് വിഷമം വന്നു. അതാണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, ലൈസ അലൽ ദുആഫാഇ വലാ അലൽ മർളാ വലാ അലൽ ലദീന ലാ യജിദൂന മാ യുൻഫിഖൂന ഹറജുൻ ഇദാ നസഹൂ ലില്ലാഹി വറസൂലിഹി മാ അലൽ മുഹ്സിനീന മിൻ സബീലിൻ വല്ലാഹു ഗഫൂറുർ റഹീം വലാ അലൽ ലദീന ഇദാ മാ അതൗക ലിതഹ്മിലഹും قلت لا أجد ما أحملكم عليه تولوا أعينهم تفيض من الدمع حزنا ألا يجدوا ما ينفقون. الله سبحانه وتعالى ആയത്തിറക്കുകയാണ്, ലൈസ അലൽ ദുആഫാ വലാ അലൽ മർളാ. രോഗികളാണെങ്കിൽ അതുപോലെ ദുർബലരാണെങ്കിൽ അവർക്കൊന്നും ചെലവഴിക്കാൻ പൈസ ഇല്ലെങ്കിൽ വിഷമിക്കണ്ട, അവർക്കൊന്നും കുറ്റല്ലട്ടോ. പിന്നെ അടുത്ത ആയത്തിൽ അല്ലാഹു പറയാ, വലാ അലൽ ലദീന ഇദാ മാ അതൗക ലിതഹ്മിലഹു. അവരെ വഹിച്ചു കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിന്റെ അടുത്ത് നബിയെ കുറച്ച് ആൾക്കാർ വന്നല്ലോ, ചില സഹാബിമാര്. ഖുൽത ലാ അജിദു മാ അഹ്മിലുകും അലൈഹി, നിങ്ങളെ കൊണ്ടുപോകാൻ എന്റെ കയ്യിൽ അവസരമില്ല, അതിനുള്ള സാഹചര്യമല്ല ഇപ്പോഴുള്ളത് എന്ന് നീ അവരോട് പറയുകയും ചെയ്തല്ലോ. സങ്കടപ്പെട്ടുകൊണ്ട് അവര് പിരിഞ്ഞു പോയത്, കരഞ്ഞുകൊണ്ട്. എന്തിന്റെ പേരിലാണെന്നറിയോ? ജിഹാദിന് പോകാൻ പറ്റാത്തതിന്റെ പേരിൽ, ഒരു നന്മ നഷ്ടപ്പെട്ടു എന്നതിന്റെ പേരിൽ. കൂലിണ്ട് എന്ന് അള്ളാഹു ആയത്തിറക്കിയിട്ട് വിഷമം, ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന്. സഹോദരങ്ങളെ, ഈ ഒരു വിഷമം നമുക്കുണ്ടോ? സ്ഥിരമായി ഖുർആൻ ക്ലാസ് പങ്കെടുക്കുന്ന ആളാണ്, പെട്ടെന്ന് ഖുർആൻ ക്ലാസ് പങ്കെടുക്കാൻ പറ്റിയില്ല, അതിന് പേരിൽ ഒരു വിഷമം ഉണ്ടാവലുണ്ടോ? ഒരു നന്മ ചെയ്യാൻ പറ്റാത്തതിന്റെ പേരിൽ, ഒരു സുന്നത്ത് എടുക്കാൻ പറ്റിയ നേരം കിട്ടിയില്ലല്ലോ എന്നാലോചിച്ചൊരു വിഷമം ഇല്ലേ സഹോദരങ്ങള്? എന്താണ് ഇത്? നമ്മുടെ ഈമാനിന്റെ അടയാളമാണ്. നന്മ ചെയ്യാൻ പറ്റാത്തതിൽ ഖേദിക്കുക എന്നത് നമ്മുടെ ഈമാൻ ഉണ്ട് എന്നുള്ളതിന്റെ അടയാളം. അതുകൊണ്ട് ഇതൊക്കെ ഉണ്ടോ എന്ന് പരിശോധിക്കുകയും, ഇല്ല എങ്കിൽ നമ്മുടെ ഈമാൻ എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി അത് പുതുക്കാനും അത് കൂടാനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا صلاتنا وصيامنا وقيامنا وركوعنا وسجودنا واعتدالنا ودعاءنا يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وسلام على المرسلين والحمد لله رب العالمين. قوموا إلى صلاتكم.